വിനോദ വാർത്തകൾക്ക് സമയം. എന്റർടൈൻമെന്റ് ന്യൂസ്. സന്ദീപ് റെഡ്ഡി വാങ്കയുടെ പ്രഭാസ് ചിത്രം സ്പിരിറ്റിന്റെ സൗണ്ട് സ്റ്റോറി ഇറങ്ങി 1.5 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രകാശ് രാജ് ചെയ്യുന്ന കഥാപാത്രത്തിന്റെ ശബ്ദത്തിലാണ് വീഡിയോ ആരംഭിക്കുന്നത്. ഒരുപാട് നാളുകളായി സ്പിരിറ്റിന്റെ ഒരു അപ്ഡേറ്റ് കാത്തിരുന്ന ആരാധകർക്ക് ഇന്ന് പ്രഭാസിന്റെ നാൾ സമ്മാനമായി സന്ദീപ് നൽകിയതാണ് ഈ വീഡിയോ. ആരാടാ ഇവൻ? പുതിയ എൻട്രി. It has to be either khaki or Chinese. അവന്റെ തുണി അടിച്ച് മെഡിക്കൽ ടെസ്റ്റിന് വിട്. Right from my childhood, I just have one bad habit. മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രം കളങ്കാവൽ നവംബർ 27 തിയേറ്ററുകളിലെത്തും. മമ്മൂട്ടിക്കൊപ്പം വിനായകനും നിൽക്കുന്ന ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. മുജീബ് മജീദാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം. മമ്മൂട്ടിയുടെ പിറന്നാളിനോടനുബന്ധിച്ച് പുറത്തുവിട്ട ചിത്രത്തിന്റെ ടീസറിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. പ്രശസ്ത പ്രൊഡക്ഷൻ കൺട്രോളർ ഡിക്സൺ പൊടുത്താസിനെ കേന്ദ്ര കഥാപാത്രമാക്കി സ്റ്റിൽ ഫോട്ടോഗ്രാഫർ മോഹൻ സുരഭി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഹ്രസ്വ ചിത്രമാണ് സബ് ഇൻസ്പെക്ടറുടെ തൊപ്പി. ചിത്രീകരണം പൂർത്തിയായ ചിത്രത്തിൽ ചാക്കോച്ചൻ പുളിങ്കുന്ന്, ആനന്ദു, അജേഷ്, മച്ചാൻ, ഹിൽഡ, അഞ്ജലി തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട്. നക്ഷത്ര ഫിലിംസിന്റെ ബാനറിൽ അഞ്ജലിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഇന്ദ്രൻസ് നായകനായി അഭിനയിച്ച 1 സെക്കൻഡ്, കാത്തിരിപ്പിനൊടുവിൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മോഹൻ സുരഭി സംവിധാനം ചെയ്യുന്ന ഹ്രസ്വ ചിത്രമാണ്. റോഷൻ മാത്യൂസ്, സെറിൻ ഷിഹാബ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി പ്രശാന്ത് വിജയ് സംവിധാനം ചെയ്യുന്ന ഇത്തിരി നേരം എന്ന ചിത്രത്തിലെ ഗാനം പുറത്തിറങ്ങി. ഈയൊരിക്കൽ എന്ന വരികളോടെ ആരംഭിക്കുന്ന ഗാനത്തിന് ബേസിൽ CJ ആണ് സംഗീതം നൽകിയത്. വിശ്വജിത്തും സിത്താര കൃഷ്ണകുമാറും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. എന്റെ മുറിയിൽ ജനലിനരികിലെ നേർത്തൊരഴയിൽ ഈറനൂറാനിട്ട കുപ്പായം ഇന്നും അവിടെ വെയിൽ. അജയ് ഷാജി സംവിധാനം ചെയ്യുന്ന ചിത്രം ആമോസ് അലക്സാണ്ടറിന്റെ ടീസർ പുറത്ത്. അഷ്റഫ് പിലാക്കൽ നിർമ്മിക്കുന്ന ചിത്രത്തിൽ ജാഫർ ഇടുക്കി, അജു വർഗീസ് എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. സസ്പെൻസ് ക്രൈം ത്രില്ലറായി ഒരുങ്ങുന്ന ചിത്രം കേരളം, തമിഴ്നാട്, കർണാടക, ഗോവ, ഗുജറാത്ത് തുടങ്ങി ഇന്ത്യയിലെ 15ഓളം സംസ്ഥാനങ്ങളിലായാണ് ചിത്രീകരണം പൂർത്തിയാക്കിയിരിക്കുന്നത്. അതാണ് പ്രശ്നം. അവതാരങ്ങൾ പിറവിയെടുക്കുന്ന ദിവസം ലോകത്ത് രക്തച്ചൊരിച്ചിലുകളുണ്ടാവും. ഇപ്പൊ എങ്ങനെയുണ്ട്? ഈ പല്ലൊക്കെ നാട്ടുകാരടിച്ച് തെറിപ്പിച്ചോ? അല്ലാതെ ഈ പോലീസുകാരുടെ ഒരു പരിപാടിയില്ലേ?